പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സർവനാശത്തിനും കാരണക്കാരനായ വി ഡി സതീശനെ അറിയുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആ പരമ്പരയുടെ 8ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് മിഷൻ 60യുടെ 46ാം ദിനം. ഈ കേക്കച്ചനെ നമുക്ക് സംഗീശൻ എന്ന് വിളിച്ചുകൂടെ? വിളിക്കാം. ശരിക്കും ഒരു BJP അല്ലെങ്കിൽ ഒരു RSS കാരനാണ്. മാനസികമായിട്ട് ഒരു RSS കാരനാണ് സതീശൻ. അത് അയാളുടെ ഒരു കച്ചവട തന്ത്രത്തിൻ്റെ, കാരണം എല്ലാവരെയും മെരുക്കി ഒതുക്കി അടക്കി ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു തന്ത്രത്തിൻ്റെയും കൂടെ ഭാഗം, ഒരു ബിസിനസ് ടാക്ടിക്സ് അല്ലേ അത്? അല്ലെങ്കിലും സതീശൻ ഒരു രാഷ്ട്രീയക്കാരനല്ല, കച്ചവടക്കാരനല്ലേ. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയ പോലെയാണ്. ആദ്യം കച്ചവടത്തിന് വേണ്ടി വന്നു, അതിന് ഭരണവും കച്ചവടവും എല്ലാം കൂടി നടത്തി ഇന്ത്യയെ മൊത്തം കച്ചവടം ചെയ്തവർ കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ കേരളം മൊത്തം കച്ചവടം നടത്താൻ നിൽക്കുകയാണ് സതീശൻ. ബ്രിട്ടീഷുകാരുടെ തന്ത്രം മൊത്തം കച്ചവടം ചെയ്യാനാണ് നടക്കുന്നത്. നമുക്ക് ഇദ്ദേഹത്തിൻ്റെ അപ്രകാരം ഒരു BJP ബാന്ധം, നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് RSS പ്രസ്ഥാനങ്ങളുമായിട്ട് ഒരു അന്തർധാരയുണ്ട് എന്ന് ഒരു ഓൾറെഡി ഒരു ടോക്ക് ഓൾറെഡി നമുക്ക് നിലവിലുണ്ട്. സ്പെസിഫിക് ആയിട്ട് നമുക്ക് ആ ആരോപണങ്ങൾക്ക് ഉറപ്പേകുന്ന എന്ത് തെളിവുകളുള്ള എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? തെളിവുകൾ ഞങ്ങൾ പുനർജനി അന്വേഷണത്തെ സംബന്ധിച്ച് അതിൻ്റെ പിന്നാലെ ഞങ്ങളുടെ അന്വേഷണം, ഞങ്ങൾ എല്ലാ ഡോക്യുമെൻറ്റുകളും കൊടുത്തിട്ട് ഈ പുനർജനി അന്വേഷണം വിജിലൻസ് എങ്ങനെ തടഞ്ഞു, മറ്റേ ED അന്വേഷണം എങ്ങനെ തടഞ്ഞു, അങ്ങനെ ഒരു അന്വേഷണം നടത്തി വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റേ വിജിലൻസ് അന്വേഷണം എന്തുകൊണ്ട് അത് കേന്ദ്ര ഏജൻസിക്ക് വിടുന്നില്ല എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സതീശനും തമ്മിലുള്ള ഒരു ലിങ്കിൻ്റെ പിന്നിൽ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ MP ഉണ്ടെന്ന് മനസ്സിലാവും. അദ്ദേഹമാണ് സതീശന് വേണ്ടി ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടും. ഈ കൈരളിയിൽ ഇദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൈരളിയിൽ വി ഡി സതീശനെതിരായിട്ടുള്ള കാര്യമായ ഒരു വാർത്തകളും വരാറില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ അതിനൊരു റീസണും ഇദ്ദേഹം തന്നെ ആയിരിക്കില്ലേ? ഈ ജോൺ ബ്രിട്ടാസ് വലിയൊരു സംരക്ഷകനാണ് CPM ഏറ്റവും. കാരണം ഈ മലബാർ ലോബി ഒരിക്കലും കോൺഗ്രസ്സായിട്ട് ടൈപ്പ് പോലും അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ശരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് ബ്ലഡാണ്. പക്ഷേ ഈ ബ്രിട്ടാസിലേക്ക് വരുമ്പോഴത് മാറിയാണ്, ഒരു ട്വിസ്റ്റ് വരെയാണ് അവിടെ. അപ്പോൾ അതിന് മലബാറിലെ നേതാക്കന്മാരെ കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ സതീശൻ പിടികൂടിയത് ജോൺ ബ്രിട്ടാസിനെയാണ്. അദ്ദേഹമാണ് സതീശനും മറ്റേ പിണറായിയും സതീശനും തമ്മിലുള്ള അതിൻ്റെ ഒരു മെച്ചമാണ് ഇന്ന് സതീശൻ അകത്ത് എടുക്കാത്തത്. എത്ര കോടിയുടെ തട്ടിപ്പാണ് ഈ പുനർജനി കേസ് എന്ന് പറയുന്നത്? ഈ പുനർജനി കേസ് മാത്രമല്ല, വിദേശത്ത് പോയ കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതിയുണ്ട്. 2016 കൊടുത്തേക്കണത്. നിരന്തരം എന്തിന് ഒരാൾ ഒരു MLA ഇങ്ങനെ നിരന്തരം എന്തിനു വേണ്ടി വിദേശത്ത് പോകുന്നു? ഞങ്ങൾ ഒരിക്കൽ കേരള നിയമസഭാ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു. ഗവൺമെൻറ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ? എൻ്റെ സ്നേഹിതൻ രാജൻ ആണ് അത് നിയമസഭാ സെക്രട്ടറിക്ക് കത്തയക്കുന്ന വിവരം ആശംസിച്ച്. VD സതീശൻ നിയമസഭയുടെ അനുമതിയോടുകൂടി എത്ര യാത്രയ്ക്ക് പോയിട്ടുണ്ട്? ഞങ്ങളുടെ അനുമതി വാങ്ങി ഒരു യാത്രയ്ക്കും പോയിട്ടില്ലെന്ന് റിപ്ലൈ കിട്ടി. അപ്പോൾ പിന്നെ ഇത് മുഴുവനും സ്വകാര്യ സന്ദർശനമല്ലേ? ഈ ഒരു വട്ടമല്ല, ഒരു വർഷം 80 തവണ വിദേശത്ത് പോയി. നിയമസഭയിൽ ആരോപണം വന്നു. ജെയിംസ് മാത്യു ആണ് അത് അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം അന്വേഷണം നടത്താതെ എല്ലാം ഒതുക്കി തീർത്തത് ഈ ബ്രിട്ടാസിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്. കേരള ഗവൺമെൻറ് കയ്യിൽ പരാതിയുണ്ട്, ഞാൻ മാത്രമല്ല മറ്റു പലരും കൊടുത്ത കംപ്ലൈൻ്റ് ഉണ്ട്. ഇതെല്ലാം വിജിലൻസിലേക്ക് വിട്ടിട്ട് അവസാനം ഒതുങ്ങിപ്പോയി. അതിന്റെ പിന്നിൽ ഈ ED അന്വേഷണം ഉണ്ടാകുന്നതും ഇദ്ദേഹത്തിന്റെ ഈ ഒരു RSS ബാന്ധവം കൊണ്ടാണോ? ഈ ഒരു അന്വേഷണം അത് തന്നെ. ഈ പുനർജനിയുടെ വിഷയം ED ഏറ്റെടുത്തു. അപ്പം ED അന്വേഷണം നടക്കുന്നു, ഞങ്ങൾ വളരെ സന്തോഷമാണ്, ഞങ്ങളുടെ അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നു എന്ന് കണ്ട് ഇടക്കാലത്താണ് EDയിലെ ഒരു ഉദ്യോഗസ്ഥൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ്, താങ്കളുടെ കൂട്ടുകാരനോട് പറഞ്ഞേക്ക് ED അന്വേഷണമൊക്കെ തടഞ്ഞ് അത് ഇന്ന റൂട്ടിലാണ്, പ്രശാന്ത് കുമാർ എന്ന് പറഞ്ഞ ഡയറക്ടറെ വന്ന് പിടികൂടിയിട്ടുണ്ട്, കേസ് അന്വേഷണം നിലച്ചു, അദ്ദേഹം ഒരു 700 കോടിയുടെ ബിനാമി സ്വത്ത് സതീശൻ്റെ കണ്ടെത്തി, അത് വലിയ പ്രശ്നമായി. അവസാനം RS നേതാവ് ജയകുമാർ ആണ് ഈ പ്രശാന്ത് കുമാറുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ഒതുക്കിയെന്നും പ്രശാന്ത് കുമാറിന് വലിയൊരു കോടി, 2 കോടിയാണോ 5 കോടിയാണോന്നറിയില്ല, കോടികൾ കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ ഈ അന്വേഷണം അവിടെ നിലച്ചത്.
പക്ഷേ ഈ അന്വേഷണം നിലച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ തലത്തിൽ ഈ അന്വേഷണം പുനരാരംഭിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് സിമി എന്ന് പറഞ്ഞ ഡയറക്ടർ എറണാകുളത്ത് ഇ ഡിയുടെ ചുമതല, ഇ ഡിയിലെ ഡയറക്ടറായി ഈ പ്രശാന്ത് കുമാറിൻ്റെ സ്ഥലം മാറ്റി വന്നു. അദ്ദേഹത്തിനെതിരെയും ഇതുപോലെ സാമ്പത്തിക ആ മാഡം അന്വേഷണം ആരംഭിച്ചു ശക്തമായിട്ട്. ഇതിൻ്റെ തെളിവുകൾ മുഴുവൻ ഞാനും ജെയ്സൺ പാനകുളങ്ങരയും ഈ സിമി മാഡത്തിനെ കൊണ്ടുവന്ന് ഞങ്ങൾ ഡോക്യുമെൻറ്റുകൾ എല്ലാം ഹാജരാക്കി കഴിഞ്ഞപ്പോൾ വിദേശത്ത് പോയി നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ വിധിച്ചു എന്ന് ആ മാഡം തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ഞങ്ങളോട് പറയുകയും അന്വേഷണം മുറുകി വന്നപ്പോൾ ഈ ജയകുമാർ അവരെ ബന്ധപ്പെട്ടു ഈ അന്വേഷണത്തിൽ നിന്ന് ഒന്ന് പിന്തിരിയാൻ വേണ്ടി. പക്ഷെ അവർ വഴങ്ങിയില്ല. വഴങ്ങാതെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ സതീശനും പറഞ്ഞു ഇപ്പോഴത്തെ ഇ ഡി എനിക്ക് വഴങ്ങണില്ല എന്ന് പല സുഹൃത്തുക്കളോടും പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ജയകുമാർ അവരെ ഇവിടുന്ന് മാറ്റി. ഇപ്പം ഇരിക്കണ ഈ തരികിട ഇ ഡിയെ കൊണ്ടുവന്ന് അദ്ദേഹം വന്നതിന് ശേഷം എന്തെല്ലാം അഴിമതികളാണ് ഇപ്പോൾ കേൾക്കുന്നത് ഈ ഡയറക്ടർ. ആ ഒരു സാഹചര്യത്തിലേക്ക് അപ്പം ഞങ്ങളിത് ഈ ഒരു അന്വേഷണമാണ് ഇവൻ്റെ RSS ബന്ധം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജയകുമാർ എന്ന് പറഞ്ഞ ആൾ കുറേ കാലമായി സതീശനായിട്ട് രാഷ്ട്രീയമായ എല്ലാ ബന്ധങ്ങളും ഉണ്ട്. ഇപ്പോൾ BJP ഭരണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സതീശന് നേടണം, എന്തെല്ലാം കാര്യങ്ങൾ മറയ്ക്കണം, അതിനുള്ള ഇൻഫ്ലുവൻസ് ഉള്ളൊരു കരുത്തനായ RSS നേതാവാണ് ജയകുമാർ. അപ്രകാരം ഒരു ബന്ധത്തിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരിലും നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡബിൾ എഡ്ജഡ് വെപ്പൺ എന്ന് പറയുന്ന പോലെ, ഇരുതല മൂർച്ചയുള്ള വാളെന്ന് പറഞ്ഞ പോലെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ തന്നെ, ഒന്ന് ഈ തനിക്കെതിരെയുള്ള ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം, തൻ്റെ പൊളിറ്റിക്കൽ ശത്രുവായ, തൻ്റെ പൊട്ടൻഷ്യൽ ത്രെട്ടായ, അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നാളെ കേരളത്തിൽ തനിക്ക് നല്ല വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള രണ്ട് നേതാക്കന്മാരെ, ഒന്ന് ശശി തരൂരിനെയും അതുപോലെ കെ മുരളീധരനെയും ഒതുക്കുവാനുള്ള ആ രണ്ട് മണ്ഡലങ്ങൾ BJPക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇയാൾ ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ലേ? അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ ലിങ്കിന് ഇത്രയും ശക്തി കിട്ടിയെന്ന് പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഭാര്യയുടെ അനിയത്തിയെ തിരുവനന്തപുരത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്. ഒരു പ്രഭാകരൻ, കൈമനം പ്രഭാകരൻ എന്ന് പറയും. അയാളുടെ അനിയനാണ് ഈ ജയകുമാർ. ഈ ജയകുമാറുമായിട്ട് സഹായം തേടി സതീശൻ അങ്ങാടി ചെന്നെങ്കിലും അദ്ദേഹം സഹായം തിരിച്ചു ആവശ്യപ്പെട്ടു. RSSന് ഞങ്ങൾക്ക് BJPക്ക് കേരളത്തിൽ വേരിറക്കാനുള്ള സഹായം അത് ചെയ്തു തരാമെന്ന് സതീശൻ ഉറപ്പ് കൊടുക്കുകയും സതീശൻ്റെ ശത്രു ആ സഹായം ചെയ്യുന്നതോടൊപ്പം തന്നെ സതീശന് ഭാവിയിൽ ഭീഷണിയാവുന്ന രണ്ട് നേതാക്കന്മാർ ഒതുക്കാനുള്ള വഴിയും കൂടി ആ RSS ബന്ധം ഉപയോഗിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെയും തൃശ്ശൂർ കെ മുരളീധരനെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം തൃശ്ശൂർ മുൻ MP പ്രതാപ് ഇയാളുടെ വലം കൈയാണ്. അതുകൂടാതെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, ഇവർ രണ്ടുപേരും സതീശൻ്റെ എന്താണ് പറയണ, സതീശൻ പറയണ വിട്ടു പോകില്ല. അവരെ വെച്ച് അവിടെ കളിച്ചതിൻ്റെ പേരിൽ 2019 കോൺഗ്രസ്സിന് കിട്ടിയ വോട്ടിൽ 89,000 വോട്ടാണ് കുറവ്. തൃശ്ശൂരിൽ കൃത്യമായ അട്ടിമറി നടത്തിയിട്ടുണ്ട്. അത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നാണെന്ന് വ്യക്തമാണ്. അത് LDFനല്ല പോയേക്കണത്. LDFന് വോട്ട് ഇത്തവണ കൂടി. അത് BJPക്കാണ് പോയത്. ആ വോട്ടുകളെല്ലാം BJPക്കാണ്. 2019 LDFന് കിട്ടിയ വോട്ട് 2024 വന്നപ്പോൾ 15,000 വോട്ട് LDFന് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ കുറഞ്ഞ വോട്ട് എവിടെ പോയി? അത് BJPക്കാണ് പോയത്. 89,000 വോട്ടാണ് പോയത്. അത്രയും മറിച്ചു കൊടുക്കുക മാത്രമല്ല പുതിയ വോട്ടുകളും എല്ലാം കിട്ടിയിട്ടാണ്. ആ പ്രതാപൻ എന്ന് പറയുന്നത് ഈ ഹരിത MLA-മാരുടെ കൂട്ടത്തിൽപ്പെട്ട അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എല്ലാ ഉപജാപക വൃന്ദങ്ങൾക്കും സതീശന്റെ അതുപോലെ ഇന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണത്തിൽ പോലും ഇയാള് ശക്തമായിട്ട് ഇയാളുടെ പിന്നിൽ ഉണ്ട്. അന്നേരം കൃത്യമായ VD സതീശന്റെ വലം കൈയായ പ്രതാപനോട് സഹായിച്ചു. അതുപോലെ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണ് ഇവന്മാരുടെ പണി അന്ന് കേൾക്കാതെ പോയത്, അല്ലേ? ശശി തരൂരിന്റെ കാര്യം തന്നെ നോക്ക്. ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ ആളുകൾ പോകുമ്പോൾ സ്ലിപ്പ് കൊടുക്കും. 274 ബൂത്തിൽ സ്ലിപ്പ് കൊടുക്കാൻ ആളുണ്ടായില്ല തിരുവനന്തപുരത്ത്. 274. ഈ ഇവിടുത്തെ DCC പ്രസിഡന്റായിരുന്ന ഇയാള് നമ്മുടെ പാലോട് രവി, സതീശനും കൂടിയാണ് ആ ഓപ്പറേഷൻ നടത്തിയത്. അതിന് വേറെ കാര്യമുണ്ട്. രാജീവ് ചന്ദ്രശേഖരിൽ നിന്നും കോടികൾ ഇവർ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ ജയകുമാർ അതിൻ്റെ ഒരു ഇടനിലക്കാരനാണ്. രാജീവ് ചന്ദ്രശേഖർ വെറുതെ ഒരു സഹായം വാങ്ങുന്ന ആളല്ല.
എവിടെയും അങ്ങൊരു പർച്ചേസ് ചെയ്യും. പണ്ട് ആദ്യമായിട്ട് ഇദ്ദേഹം രാജ്യസഭ മെമ്പറായത് എങ്ങനെയാണ്? MP മാരെ പർച്ചേസ് ചെയ്താണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഇല്ലാതെ അദ്ദേഹത്തിന് പർച്ചേസിങ് ആണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് വൻ കോടികളാണ് ഈ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിന് രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് ഇവർ പറ്റിയിരിക്കുന്നത്. അത് സതീശനും മറ്റേ പാലോട് രവിക്കും കിട്ടിയിട്ടുണ്ട്. അത് താഴേക്കടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 274 ബൂത്തിൽ കോൺഗ്രസ് ഇരിക്കാൻ ആളില്ലാതെ പോയത്. പക്ഷേ തീരദേശക്കാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. 2 മണ്ഡലങ്ങളിലെ 15,000 വോട്ട് കൊണ്ട് തരൂർ ജയിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് സതീശന് RSSൽ കടുത്ത ബന്ധം ഉണ്ടെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ട് ഇയാളെ നമുക്ക് സംഗീശൻ എന്ന് തന്നെ, സംഗീശൻ എന്നാണ് ഇപ്പൊ വിളിക്കുന്നത്. അവന്റെ മറ്റേ കാക്കിയിട്ട ഫോട്ടോ കേരളം മുഴുവനുണ്ട് സംഗീശൻ. അത് അതിനൊരു കാരണം കൂടി ഉണ്ട്. പറൂര് 2 വട്ടം RSSന്റെ പരിപാടിയിൽ പങ്കെടുത്തേണ ആളാണ്. ശരിക്കും ഒരു കോൺഗ്രസ്സുകാരന് ഒരിക്കലും RSSന്റെ പരിപാടി പങ്കെടുക്കാൻ പാടില്ല. കാരണം കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം എന്നാണ് ഗാന്ധിസമാണ്. ഗാന്ധിയുടെ മരണത്തിന് ഉത്തരവാദി ആരാണ്? RSS ആണ്. ഒരിക്കലും കോൺഗ്രസ്സുകാരൻ RSSന്റെ പരിപാടിയിൽ പോയി തിരികൊളുത്താൻ പാടില്ല. യോഗി ആദിത്യനാഥിന്റെ കത്ത് വായിച്ചു എന്നും പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച ആളാണെന്ന് ഓർക്കണം. ഈ RSSന്റെ പരിപാടിക്ക് പോയത് അല്ലെന്ന് ഒരിക്കലും ഒരു കോൺഗ്രസ്സുകാരൻ കടന്നു ചെല്ലാൻ പാടില്ല. കാരണം മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ പദം മാത്രം നമ്മൾ കണ്ടാൽ മതി. ഇന്ത്യയുടെ അത്രയും ആ മഹാത്മാഗാന്ധിയുടെ പേര്, ആ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം. ഗാന്ധിസം അല്ലേ? ആ ഗാന്ധിസത്തിന്റെ വക്താവുമായിട്ട് മറ്റേ ഗോഡ്സേയുടെ വക്താക്കളെ പോയി പൂജിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി മാറ്റം. സത്യം പറഞ്ഞാൽ സതീശൻ ഒരു കോൺഗ്രസ്സുകാരനല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ താങ്കളോട്, എന്തൊക്കെ ഓരോ സ്ഥലങ്ങളിലും ഇയാൾ എന്തൊക്കെയോ ആണ്. ചിലടത്ത് സംഗീശൻ, ചിലടക്ക് ഒതുക്കീശൻ, ചിലടക്ക് കേക്കച്ചൻ. അങ്ങനെ ഇയാൾ ഓരോ പ്രതലത്തിലും, ഇപ്പം ഈ വെള്ളത്തിൻ്റെയും എണ്ണയുടെയും കാര്യം പറഞ്ഞു, ഓരോ ഏത് പ്രതലത്തിലോട്ടാണ് ചെല്ലുന്നത് അത് ആ രൂപം പ്രാപിക്കും ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞ പോലെ അവസരവാദങ്ങളുടെ നിന്ന നിപ്പിൽ മലക്കം മറിയുന്ന, അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന നിലപാടില്ലായ്മയുടെ, സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഏത് രൂപം പ്രാപിക്കാനും മടിയും നാണവും ഉളുപ്പുമില്ലാത്ത ഈ മനുഷ്യനെ നമുക്ക് സംഗീശൻ എന്ന് അക്ഷരം തെറ്റാതെ തന്നെ നമുക്ക് വിളിക്കാം. അതുകൊണ്ട് പ്രേക്ഷകരെ, ഈ ഒതുക്കീശനെ നിങ്ങൾ അടുത്തറിയുക എന്ന പരമ്പരയുടെ ഈ ഭാഗം, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മിഷൻ 60യുടെ 47ാം ദിനത്തിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.